ഹായ് തമ്മ. ഹായ് മുത്തേ. എന്തിന്റെ വിശേഷം? എന്ത് വിശേഷം? സുഖമായിട്ട്. ഓട്ടോക്ക് പണിയുണ്ടോ? കുഴപ്പമില്ല, പണിയൊക്കെ ഉണ്ട്. സുഖമായിട്ട്. 23-ാം തീയതി നമുക്ക് യോഗം വിളിക്കണം. 23-ാം തീയതി പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ചിട്ട് എന്താ ചെയ്യണം, അടിപൊളിയാക്കണം, ഉഷാറാക്കിയിട്ട് നമ്മളെ യൂണിറ്റില്ലേ നല്ലൊരു ശക്തമായ യൂണിറ്റാക്കി കൊണ്ടുപോകണം. നമുക്ക് കുറച്ച് മെമ്പർമാരെ കൂട്ടുകയും ചെയ്യണം, അതിലേക്ക് നല്ല ശക്തമായ മെമ്പർമാരെ ആക്കണം. പിന്നെ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റിയ ആൾക്കാരായിരിക്കണം തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും 23-ാം തീയതി നമുക്ക് എന്തായാലും അടിപൊളിയാക്കും, ഉഷാറാക്കും. പിന്നെ നമുക്ക് 23-ാം തീയതി നമ്മൾ കൂടുമ്പോൾ നമുക്ക് അതിലേക്ക് ആളുകളെ എത്തിക്കണ്ടേ? എത്ര ആളുകളെ എത്തും? അതിൽ 19 പേരെ എന്തായാലും പുള്ളി അതാ നമ്മൾ കാണാത്ത ആളാണല്ലോ. അത് ശരിയാണല്ലോ, ഇവിടെ ഉള്ള ആളാണെന്ന് തോന്നുന്നു അല്ലേ? എന്ന് ചോദിക്കണമല്ലോ. ഹലോ സുഹൃത്ത്, എന്താ ഇവിടെ കിടക്കണേ? ഒന്നുമില്ല, ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാലോ. ഞാൻ ഇവിടുത്തേന്നല്ല. എവിടെയാ വീട്? ഞാൻ തിരിയാണ്. എന്താ ഒരു വിഷമം? ഒന്നുമില്ല. എന്താണ് പ്രശ്നം? എന്താ ചെയ്യുക, നമ്മുടെ സാമ്പത്തികം, പിള്ളേരുടെ കാര്യം ആകെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെ വിഷമിച്ചാലോ? നമുക്കൊന്നും അവിടെ ഇരുന്നിട്ട് പിള്ളേരെല്ലാം പിണക്കത്തിലാന്നേ. നമ്മുടെ നാട്ടിലൊരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. പിള്ളേരും പിണങ്ങി, കുടുംബവും പിണങ്ങി, സാമ്പത്തികം തന്നെ. എന്നും പണിക്ക് വല്ല എന്തെങ്കിലും കിട്ടുള്ളൂ. പണി? ഞാൻ കൂലിപ്പണിയാണ്. എന്തെങ്കിലും കിട്ടിയാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതെ. ഇനിയിപ്പം നമ്മുടെ അവസ്ഥ ഇങ്ങനെയായി. ഇനിയിപ്പോൾ പിള്ളേർ വളർന്ന് വലുതായി കല്യാണം കഴിച്ച് മക്കളൊക്കെ ആകുമ്പോഴേ അവർക്ക് ഈ അവസ്ഥ അറിയുള്ളൂ. ഇത് ശരിയാണത്. എന്താ ചെയ്യുക, ഇപ്പം എല്ലാവരും ചേട്ടായി വിഷമിക്കാതിരി. ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാം. ഞങ്ങളും ഇത്ര ഈ വിഷമങ്ങളൊക്കെ ഉള്ളവരെ തന്നെയാണ്. അതൊക്കെ ഒന്ന് മറന്ന് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളും ഇവിടെ വരുന്നത്. അതേ അവസ്ഥ എൻ്റെയും സാമ്പത്തിക പ്രശ്നങ്ങൾ, അതിൻ്റെ വിഷമത്തിലാണ് ഞാനും ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്. ഇവിടെയൊന്നും